നമസ്കാരം. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ TCS അഥവാ ടാറ്റ കൺസൾട്ടൻസി സർവീസിലെ കോർപ്പറേറ്റ് ജിഹാദിനെ പറ്റിയുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അടിവരയിട്ട് മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു. ഇവിടുത്തെ മുഖ്യധാര മാപ്രകൾക്ക് ഈ വാർത്ത വലിയ താമസമില്ലാതെ കൊടുക്കേണ്ടി വരുമെന്ന്. കാരണം അത്രയും മണിക്കൂറുകൾ, അത്രയും ദിവസം അവർ ഇങ്ങനെയൊരു സംഭവം ഇന്ത്യയിൽ നടന്നിട്ടില്ല എന്ന തരത്തിൽ അങ്ങനെ ഭാവിച്ചുകൊണ്ട് ഈ വാർത്ത ജനങ്ങളിൽ എത്തിക്കാതെ മറച്ചു പിടിച്ചു, പൊതിഞ്ഞു പിടിച്ചിരുന്നു. എന്നാൽ ഇത് 2026 വർഷമെന്നും സോഷ്യൽ മീഡിയക്കാരത്തിന് മുന്നിൽ നിങ്ങൾക്ക് കീഴടങ്ങേണ്ടി വരുമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഇതാദ്യമായിട്ടല്ല സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ നിങ്ങൾ നിരുപാധികം കീഴടങ്ങുന്നത്, മുട്ടുമടക്കുന്നത്. മറ്റു മാർഗമില്ല നിങ്ങൾക്ക്. ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് കേരളത്തിലെ മുഖ്യധാര മാധ്യമമായിട്ടുള്ള ഏഷ്യാനെറ്റ് എന്നുള്ളതാണ്. അവർക്കത് കൊടുക്കേണ്ടി വന്നു. ഇതിനകം തന്നെ ന്യൂസ് 80 വാർത്ത കൊടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ ഏഷ്യാനെറ്റ് കൊടുക്കുന്നു. ഇനി റിപ്പോർട്ടറുണ്ട്, 24 ഉണ്ട്, അതേപോലെ തന്നെ കൈരളി മാപ്ര കൊടുക്കുമോ കൊടുക്കാതിരിക്കുകയോ അത് നമുക്ക് പ്രശ്നമില്ല. കാരണം കമ്മികൾ പോലും കാണാത്തൊരു ചാനലാണ്. പിന്നീട് മീഡിയ വണ്ണാണ്. മീഡിയ വൺ ഒരുപക്ഷേ ഇതിനകത്തുനിന്ന് അവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ മാത്രം ഒരുപക്ഷേ അവർ കൊടുക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. സോഷ്യൽ മീഡിയ വഴി ജനങ്ങൾ ഇതറിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവിടുത്തെ മുഖ്യധാര മാപ്രകൾക്ക് ഇത് കൊടുക്കേണ്ടി വരുന്നു. അവർ കൊടുത്തേ പറ്റൂ എന്ന് അവർക്ക് അറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയേ. അവരുടെ വിശ്വാസത പോകുന്നു. ഇവിടെ കാര്യങ്ങൾ അപ്പോഴപ്പോൾ ജനങ്ങളെ അറിയിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ് എന്ന് ജനങ്ങൾ വിശ്വസിച്ച് തുടങ്ങിയാൽ പിന്നെ ഇവർക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഇവർക്കാണെങ്കിൽ വിയർപ്പിൻ്റെ അസുഖമുള്ള ആളുകളാണ് ഈ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ. ഇപ്പോൾ തന്നെ ഇത് സുരേഷാണ് ഈ വാർത്ത പറയുന്നത്. ഇനി ബിഗ് TV എന്നൊക്കെ പറഞ്ഞ ചാനലിൽ വേണുവിനെ പോലുള്ളവരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ മാധ്യമ പ്രവർത്തനങ്ങളുടെ വിശ്വാസതയെല്ലാം നഷ്ടപ്പെട്ട് ഇവർക്ക് പണിയില്ലാതെ വരുന്ന കാലത്ത് ഇവർ എന്ത് പണിയെടുത്ത് ജീവിക്കും? വേണു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ ഈ സ്ത്രീകളുടെ ജട്ടിയോ ബ്രായോ ഒക്കെ വിറ്റ് ഒരുപക്ഷെ അയാൾ ജീവിച്ചേക്കും. അയാൾക്ക് താല്പര്യമുള്ളൊരു വിഷയമാണല്ലോ. പക്ഷേ ഈ സുരേഷിനെ പോലെയുള്ളവർ, അല്ലെങ്കിൽ പ്രശാന്ത് കുരുവംശത്തെ പോലുള്ളവർ വേറെയുമുണ്ട്. ജിമ്മി, അതേപോലെ തന്നെ ദാവൂദ്, പിന്നെയും വേറെ എത്രയോ ആൾ. മൊട്ട അരുൺ കുമാർ അധ്യാപകനായിരുന്നു. ഒരു പക്ഷേ അയാൾ അതിലേക്ക് തിരിച്ചു പോയേക്കും. പക്ഷേ പ്രശ്നമെന്ന് ആലോചിച്ച് നോക്കൂ. ഈ മാധ്യമങ്ങൾക്ക്, ഈ മാപ്രകൾക്ക് ജനങ്ങളുടെ ഇടയിൽ വിശ്വാസമില്ല എന്ന് തോന്നിയാൽ ഒരു വാർത്ത എല്ലാവരും അറിഞ്ഞ് ചൂട് പോയതിന് ശേഷം മാത്രമാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ മുഖ്യധാര മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ പിന്നെ ഇവരെന്തിനാണ്? ഇവരുടെ ആവശ്യമുണ്ടോ എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് മറ്റ് മാർഗ്ഗങ്ങൾ തേടേണ്ടി വരും, മറ്റു ജോലിയിലേക്ക് അവർക്ക് പോവേണ്ടി വരും. ഇതാദ്യമായിട്ടൊന്നുമല്ല ഇവർ ഇത്തരം വാർത്തകൾ പൊതിഞ്ഞു പിടിക്കുന്നത്, മുക്കുന്നത്. ഇതിനു മുമ്പ് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് PFIയുടെ റാലിയിൽ ആലപ്പുഴയിലാണ് ഒരു കൊച്ചുകുട്ടിയെ തോളിലിരുത്തിക്കൊണ്ട് ആ മുദ്രാവാക്യം ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത്. എല്ലാവരോടുമായിട്ടാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാവരെയും അവരതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അരിയും മലരും കുന്തിരിക്കൊക്കെ വാങ്ങി വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കൊലവിളി മുദ്രാവാക്യം തന്നെയായിരുന്നു. അത് സോഷ്യൽ മീഡിയ വഴി ആദ്യം ഞാനത് പോസ്റ്റായിട്ടും വീഡിയോ ആയിട്ട് ചെയ്തപ്പോൾ പല ആളുകളും അത് വിശ്വസിച്ചില്ല. അത് ഫേക്കാണ് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അത് ഫേക്കല്ല എന്ന് മനസ്സിലാവാൻ പിന്നെ ഏതാനും മണിക്കൂറുകളുടെ ദൈർഘ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോഷ്യൽ മീഡിയ വഴി വലിയ രീതിയിൽ വൈറലായി കഴിഞ്ഞപ്പോൾ അത് മുഖ്യധാര മാധ്യമങ്ങൾക്ക് അത് തമസ്കരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയും അവരും ആ വാർത്ത കൊടുക്കുകയും അങ്ങനെ കേരളവും രാജ്യവും മുഴുവൻ ആ യാഥാർത്ഥ്യം അറിയുകയും ചെയ്തു. പക്ഷേ തുടക്കത്തിൽ അങ്ങനെ ഒരു വാർത്തയും പോസ്റ്റുമൊക്കെ ഞാൻ കൊടുത്തപ്പോൾ അത് ഫേക്കാണ് എന്ന് പറഞ്ഞവർ വരെയുണ്ട്. ഒന്ന് ഓർത്തു നോക്കുക. ഒരു സോഷ്യൽ മീഡിയ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇത് വളരെ വിദഗ്ധമായിട്ട് മുഖ്യധാര മാധ്യമങ്ങൾ ഇത് പൊതിഞ്ഞു പിടിക്കും. അപ്പോൾ മുതലാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്രൈസ്തവർ കൂടി ഇതിൻ്റെ അപകടം ചിന്തിച്ചു തുടങ്ങിയത്. കാരണം കുന്തിരിക്കം കൂടി അതിനകത്ത് പരാമർശിച്ചിരുന്നു. അതുവരെ ഇത് ഞങ്ങളുമായിട്ടുള്ള പ്രശ്നമല്ല, ഇത് മുസ്ലിങ്ങൾ, ഈ സംഘികൾ എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം ഹിന്ദുക്കൾക്ക് എതിരെയുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ പ്രശ്നമാണ് എന്ന തരത്തിൽ അവർ ആശ്വസിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കുന്തിരിക്കം എന്നുകൂടി ഈ കൊലവിളി മുദ്രാവാക്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ മുതലാണ് അവരും ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നുവെങ്കിൽ ഇവരിതും പൊക്കുമായിരുന്നു. അങ്ങനെ എത്ര വിഷയങ്ങൾ നമുക്കറിയാം. ഹലാൽ വിഷയത്തിലാവട്ടെ, നാർക്കോട്ടിക് ജിഹാദിൻ്റെ വിഷയത്തിലാവട്ടെ, ലവ് ജിഹാദിൻ്റെ വിഷയത്തിലാവട്ടെ, ഇതിലെല്ലാം സോഷ്യൽ മീഡിയ അതിൻ്റെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് ആ വാർത്ത പുറത്തറിയാൻ. അപ്പോൾ പാലാ ബിഷപ്പ് അവരുടെ പള്ളിയുടെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ അകത്ത് അൾത്താരയിലാണ് ഈ പ്രസംഗം നടത്തുന്നത്. അതാണ് പുറത്തറിയുകയും വലിയ വിവാദമാവുകയും ചെയ്തത്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ഈ സംഭവം മുഖ്യധാര മാധ്യമങ്ങൾ അറിഞ്ഞാൽ കൂടി അവർ പുറത്തേക്ക് കൊണ്ടുവരില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ അറിയാൻ ഈ സോഷ്യൽ മീഡിയ കാരണമാവുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയ വഴി ഈ TCSലെ സംഭവം ഉടനടി തന്നെ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയിട്ടും 2-3 ദിവസത്തോളം ഇത് മുക്കിവെക്കാൻ താല്പര്യം കാണിച്ച മുഖ്യധാര മാധ്യമങ്ങളെ നിങ്ങളുടെ കുഴി വെട്ടുകയാണ് എന്നേ വളരെ ലളിതമായിട്ട് പറയാനുള്ളൂ. നിങ്ങളെ ജനങ്ങൾ വിശ്വസിക്കില്ല. പകരം സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് വിശ്വസിച്ച് അതിലേക്ക് പോയാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ല ജട്ടിയും ബ്രായും ഒക്കെ വിറ്റ് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ജാഗ്രത.
TCSലെ റാക്കറ്റ് ലക്ഷ്യമിട്ടത് 12 വനിതകളെയാണെന്ന് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുകയാണ്. നിലവിലുള്ളത് 9 പേരുടെ പരാതികളാണ്. മലേഷ്യയിലുള്ള ഇമ്രാൻ എന്ന വ്യക്തിയിലേക്കാണ് അന്വേഷണം നീളുന്നത്. ഈ അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ സമയത്ത് പുറത്തുവരികയാണ്.